നമസ്കാരം. ഡിപ്ലോമ 2026 കരിക്കുലത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന സിലബസ് വേർഡ് ഡോക്യുമെന്റിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ സിറ്ററിന്റെ സൈറ്റിലേക്ക് എങ്ങനെയാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ചെറിയൊരു ട്യൂട്ടോറിയലാണ് ഇവിടെ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം sitter-kerala.ac.in എന്നുള്ള നമ്മുടെ സിറ്ററിന്റെ വെബ്സൈറ്റിലേക്ക് വരിക. എന്നിട്ട് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പം മെമ്പർ ലോഗിൻ എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം മെമ്പർ ലോഗിൻ ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് അഡ്മിൻ പ്രിവിലേജിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ സിറ്റർ ലോഗിനിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾ മെമ്പർ ലോഗിനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളോട് പാസ്വേഡും ലോഗിനും ചോദിക്കും. നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കുറേ ഓപ്ഷൻസ് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇത്രയും ഓപ്ഷൻസ് നിങ്ങളുടെ നോർമൽ ലോഗിനിൽ അവൈലബിൾ ആയിരിക്കില്ല. അതിനകത്ത് നിങ്ങൾ നോക്കേണ്ടത് സ്റ്റാഫ് ബാർ റിസോഴ്സ് പേഴ്സൺ എന്ന് പറയുന്ന ലോഗിനാണ്. അപ്പോൾ സ്റ്റാഫ് ബാർ റിസോഴ്സ് പേഴ്സൺ എന്ന ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ തന്നെ ഇത്രയും ഓപ്ഷൻസ് അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. നിങ്ങൾ അവിടെ നോക്കേണ്ടത് സിലബസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ സിലബസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ ഏതാണോ ആ സബ്ജക്റ്റിന്റെ ലിസ്റ്റ് ഇവിടെ കിട്ടും. ഇവിടെ ഇപ്പോൾ എൻ്റെ അഡ്മിൻ ലോഗിൻ ആയതുകൊണ്ട് എനിക്ക് എല്ലാ സബ്ജക്റ്റുകളും ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റ് ആ സബ്ജക്റ്റുകൾ മാത്രമേ ഇവിടെ അവൈലബിൾ ആയിരിക്കുള്ളൂ. അപ്പം ഞാൻ ഇത് ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കോഴ്സ് എടുത്തിട്ടുണ്ട്. ആ കോഴ്സ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൻ്റെ 3rd സെമസ്റ്ററിലുള്ളൊരു പ്രാക്ടിക്കം കോഴ്സാണ്. അതിൻ്റെ കോഡ് 3043 ആണ്. അപ്പോൾ ഇവിടെ കുറേ പ്രോഗ്രാംസ് ഉള്ളത് കൊണ്ട് കുറേ കോഴ്സുകൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ കോഴ്സ് കോഡിൻ്റെ അവിടെ പോയിട്ട് 3043 എന്ന് ടൈപ്പ് ചെയ്യാണ്. 3043 എന്ന് കൊടുക്കുമ്പോൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതാണോ ആ സബ്ജക്റ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ തന്നെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ ചെന്നിട്ട് നിങ്ങൾ ഈ ഒരു വ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. വ്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ സിലബസ് എന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ഇവിടെ സിലബസ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ വേർഡ് ഡോക്യുമെന്റിൽ ടെംപ്ലേറ്റ് ഉണ്ടായിരുന്നത് അതുപോലെ ഒരു ടെംപ്ലേറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ കോഴ്സ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ബോക്സിനകത്ത് നമ്മൾ പല വാല്യൂസ് ഇവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. ആ വാല്യൂ നിങ്ങളിവിടെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്കീമിൽ നിന്നും ഫൈനൽ പ്രിന്റ് ഡോക്യുമെന്റിലേക്ക് അത് ഫെച്ച് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് കോഴ്സ് ഡിസ്ക്രിപ്ഷനിലുള്ള ഒരു കാര്യവും എൻ്റർ ചെയ്യേണ്ട. ആദ്യം നിങ്ങൾക്ക് എൻ്റർ ചെയ്യേണ്ടത് ഈ ഇൻട്രൊഡക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ കോഴ്സ് ഡിസ്ക്രിപ്ഷൻ്റെ അടുത്ത് തന്നെ ഇവിടെ എഡിറ്റ് എന്ന് പറയുന്നൊരു ബട്ടൺ കാണാം. ആ എഡിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇൻട്രൊഡക്ഷൻ എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. അപ്പോൾ നമ്മുടെ അടുത്ത് ഓൾറെഡി ഉള്ള ഡോക്യുമെന്റിൽ നിന്നും ഈ ഇൻട്രൊഡക്ഷൻ ഇവിടുന്ന് കോപ്പി ചെയ്യുക, അത് ഇപ്പുറത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഇൻട്രൊഡക്ഷൻ എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഇതിനകത്തേക്ക് വന്നു. പിന്നീട് സെക്കൻഡിലേക്ക് പോവുക. അപ്പം ഓരോന്നായിട്ട് ഇവിടെ ഉള്ള നമ്മുടെ വേർഡ് ഡോക്യുമെന്റിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയായിരിക്കും നമ്മുടെ ടെംപ്ലേറ്റിലും ഉണ്ടാവുക. അപ്പം നെക്സ്റ്റ് ഉള്ളത് കോഴ്സ് ഒബ്ജക്റ്റീവ് ആണ്. അപ്പം നോക്കിയാൽ ഇതൊരു ടേബിൾ ആണ് അല്ലേ. അപ്പം നമ്മളത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോഴ്സ് ഒബ്ജക്റ്റീവിന് നേരെയുള്ള എഡിറ്റിലേക്ക് വരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കോഴ്സിൽ 4 കോഴ്സ് ഒബ്ജക്റ്റീവ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ആഡ് ലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. 4 ലൈൻ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പം ഒരു ലൈൻ വരും, പിന്നെ 2 ലൈൻസ്, 3 ലൈൻസ്, 4 ലൈൻസ്. അപ്പം നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഈ റോസ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രം എൻ്റർ ചെയ്യുക. അപ്പോൾ സീരിയൽ നമ്പറാണ് ആദ്യം കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റത്തെ സീരിയൽ നമ്പർ 1 ആണ്. 1 എൻ്റർ ചെയ്തു. കോഴ്സ് ഒബ്ജക്റ്റീവ് ഇവിടുന്ന് കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. അതേപോലെ സീരിയൽ നമ്പർ 2 അത് കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. സീരിയൽ നമ്പർ 3 കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. സീരിയൽ നമ്പർ 4. 4 കോഴ്സ് ഒബ്ജക്റ്റീവ്സ് ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്തിരിക്കുന്നു. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പേജിലേക്ക് തിരിച്ചു വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എങ്ങനെയാണോ നമുക്ക് വേർഡ് ഡോക്യുമെന്റിൽ ഉണ്ടായിരുന്നത് അതുപോലെയുള്ള ഒരു ടേബിൾ ഇവിടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് കോഴ്സ് പ്രീ റിക്വസിറ്റ് ആണ്. അപ്പോൾ ഇവിടെയും 2 ടോപ്പിക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എഡിറ്റ് എടുക്കുന്നു, ഇവിടെ ആഡ് ലൈൻ കൊടുക്കുന്നു. അപ്പോൾ ടോപ്പിക് ഇവിടെ നിന്ന് വരുന്നു.
ഞാനൊരു എക്സാമ്പിൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇവിടുന്ന് കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. കോഴ്സ് കോഡ് 1002 ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ്. ഫണ്ടമെന്റൽസ് ഓഫ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് നമ്മുടെ പേര്. സെമസ്റ്റർ ഉണ്ട്, സെമസ്റ്റർ ഇവിടെ എൻ്റർ ചെയ്തു 1. അപ്പോൾ ഇവിടെ സെമസ്റ്റർ എൻ്റർ ചെയ്യുമ്പോൾ കഴിയുന്ന റോമൻ ലെറ്റേഴ്സിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു കോഴ്സ് പ്രീ റെക്വസിറ്റ് വന്നു. ഇനി ഒരെണ്ണം കൂടി ഞാൻ ആഡ് ചെയ്തിരുന്നെങ്കിൽ രണ്ടാമത്തെ പ്രീ റെക്വസിറ്റ് അവിടെ വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡെമോ പോലെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഫുൾ ചെയ്യാൻ നിന്ന് ഏകദേശം ഒരു 20 മിനിറ്റ്സോളം ആവശ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഓരോ എക്സാമ്പിൾ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ. അടുത്ത എൻട്രി എന്ന് പറയുന്നത് കോഴ്സ് ഔട്ട്കം ആണ്. അപ്പോൾ കോഴ്സ് ഔട്ട്കമിന്റെ എഡിറ്റിൽ പോയി ഇവിടെ ആഡ് ലൈൻ കൊടുത്തു. 4 കോഴ്സ് ഔട്ട്കം ആണ്. 1, 2, 3, 4. 4 പ്രാവശ്യം ആഡ് ലൈൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സിഒസും ബ്ലൂംസ് ടാക്സോണമി ലെവലും എല്ലാം സിമിലർ ആയിട്ടിരിക്കുന്നതിന് വേണ്ടി ഡ്രോപ്പ് ഡൗൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് CO1, അടുത്ത ഡ്രോപ്പ് ഡൗണിൽ CO2 ആക്കി, ഇത് CO3, ഇത് CO4. CO1 ഇവിടുന്ന് കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. അതിന്റെ ബ്ലൂംസ് ടാക്സോണമി ലെവൽ എന്ന് പറയുന്ന അപ്ലൈ ആണ്. ഡ്രോപ്പ് ഡൗൺ നിന്ന് ഞാൻ അപ്ലൈ സെലക്ട് ചെയ്തു. CO2 അതുപോലെ സെലക്ട് ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ബ്ലൂംസ് ടാക്സോണമി ലെവൽ അപ്ലൈ ആണ്, അപ്ലൈ ഞാൻ സെലക്ട് ചെയ്തു. ഇതേപോലെ എനിക്ക് CO3യും CO4ഉം ചെയ്യാം. അപ്പം ഞാൻ തൽക്കാലത്തേക്ക് സേവ് ചെയ്യുകയാണ്. അപ്പം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ CO1ഉം CO2ഉം ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് CO3യും CO4ഉം കൊടുക്കാവുന്നതാണ്. അടുത്തുള്ളത് ഇനി COPO മാപ്പിംഗ് ആണ്. ആ മാപ്പിങ്ങിന്റെ അവിടെ വരുന്നു, എഡിറ്റ് ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിവിടെ വേണ്ട 4 കോഴ്സ് ഔട്ട്കം ആയതുകൊണ്ട് CO1 to CO4 എന്നുള്ള 4 റോ വേണം. ടോട്ടലിനൊരു റോ വേണം, കോറിലേഷൻ ലെവലിനൊരു റോ വേണം. അപ്പം നമ്മൾ ഇവിടെ ആഡ് ലൈൻ നമുക്ക് 6 റോ ആണ് വേണ്ടത്. അപ്പം ആഡ് ലൈൻ എന്നുള്ളത് 6 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. 1, 2, 3, 4, 5, 6. The first row CO1, second row CO2, third row CO3, fourth row CO4, fifth row total, sixth row correlation level. സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരു കോളം മാത്രം എൻ്റർ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ PO1 എന്നുള്ള കോളം എടുത്താൽ PO1 ഇവിടെ 3, CO2ന് നേരെ 3, CO3ന് നേരെ 3, CO4ന് നേരെ 3. അപ്പം ടോട്ടൽ എന്ന് പറയുന്ന ഈ 4 സം ആയിരിക്കും. 12 കൊടുക്കുന്നു. കോറിലേഷൻ ലെവൽ എന്ന് പറയുന്നത് ഞാൻ ഒന്നുകൂടെ പറയാം. കോറിലേഷൻ ലെവൽ എന്ന് പറഞ്ഞാൽ എവിടെ ഏതൊക്കെ CO ആണോ ഈ PO ആയിട്ട് മാപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിലിപ്പോൾ 4ഉം മാപ്പ് ചെയ്തിട്ടുള്ളത് കൊണ്ട് 12/4 ആണ്. അപ്പം നിങ്ങൾക്ക് 3 തന്നെ കിട്ടും. അതിന് പകരം 3 എണ്ണത്തിലെ മാപ്പ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത്, അതായത് ആ POയിലേക്ക് എത്ര CO മാപ്പ് ചെയ്തിട്ടുണ്ട്. 3 COയെ മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഡിവൈഡ് ബൈ 3 ചെയ്യുക. 2 COയെ മാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. ഓക്കെ, അങ്ങനെയാണ് കോറിലേഷൻ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിലിപ്പോൾ ഹൈ ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ എഴുതുന്നതിന് പകരം ഈ ഒരു വാല്യൂ ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ആ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ PO2 മുതൽ PO11 വരെ നമുക്ക് ഇവിടെ കോളംസ് കാണാം. അവിടേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിടത്തോളം ഇവിടെ സേവ് ആയിട്ടുണ്ടാവും. PO2 മുതൽ എൻ്റർ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് അതിവിടെ വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് ഉള്ളത് ടീച്ചിങ് ആൻഡ് അസസ്മെന്റ് സ്കീമാണ്. നമുക്കിവിടെ ലെക്ചർ, ട്യൂട്ടോറിയൽ മുതൽ ക്രെഡിറ്റ്സ് വരെയുള്ള ഡേറ്റയാണ് എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ എഡിറ്റ് കൊടുക്കുന്നു. ഇവിടെ റൈറ്റ് സൈഡിൽ നോക്കി കാണാം, ലെക്ചർ 3 hours ആണ്, ട്യൂട്ടോറിയൽ 1 hour ആണ്, പ്രാക്ടിക്കൽ 3 hours ആണ്, പ്രോജക്റ്റ് അവേഴ്സ് 0 ആണ്, സെൽഫ് ലേണിംഗ് അവേഴ്സ് 7 ആണ്, ടോട്ടൽ അവേഴ്സ് 90 ആണ്, ക്രെഡിറ്റ്സ് 5.5 ആണ്. അതോടെ എൻ്റർ ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ആ ടേബിളും ഇവിടെ നമുക്ക് ഫില്ലായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ഇനി സിലബസ് നമുക്ക് മേജർ ടോപ്പിക്സും ഉണ്ട്, ഡീറ്റെയിൽ സിലബസും ഉണ്ട്. അപ്പം മേജർ ടോപ്പിക്സ് എന്നുള്ളത് നമ്മൾ എഡിറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പം എങ്ങനെയാണ് നമ്മുടെ ടേബിൾ ഉള്ളത് ആ രീതിയിൽ വേണം ചെയ്യാൻ. അപ്പം മൊഡ്യൂൾ 1ൽ നമുക്ക് 2 റോ വേണം. ഒരു റോ കറസ്പോണ്ടിങ് ടു നമ്പർ ഓഫ് ലെക്ചേഴ്സ് ആൻഡ് പ്രാക്ടിക്കൽസ് ആയിരിക്കും. ഒന്ന് കറസ്പോണ്ടിങ് ടു ലാബുകളായിരിക്കും. അപ്പോൾ ഇവിടെ ആഡ് ലൈൻ കൊടുക്കുക. മൊഡ്യൂൾ, അപ്പോൾ നമുക്ക് മൊഡ്യൂൾസ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. മൊഡ്യൂൾ 1 എൻ്റർ ചെയ്യാൻ തന്നെ നമുക്ക് 2 റോ വേണം. അപ്പോൾ മൊഡ്യൂൾ 1ന് 2 റോ കൊടുത്തു. അതേപോലെ മൊഡ്യൂൾ 2ന് 2 റോ വേണം. ഒരു റോ കറസ്പോണ്ടിങ് ടു ലെക്ചർ അവേഴ്സ് ആൻഡ് ഒരു റോ കറസ്പോണ്ടിങ് ടു പ്രാക്ടിക്കൽ അവേഴ്സ്. മൊഡ്യൂൾ 3ക്ക് 2 റോ വേണം. മൊഡ്യൂൾ 4നും 2 റോ വേണം. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി എൻ്റർ ചെയ്ത് വെച്ചു. ഇത് 2 മൊഡ്യൂൾ 1, ഇത് 2 മൊഡ്യൂൾ 2, ഇത് 2 മൊഡ്യൂൾ 3, ഇത് 2 മൊഡ്യൂൾ 4. അത് ഓൾറെഡി തന്നെ ആദ്യമേ തന്നെ എൻ്റർ ചെയ്ത് വെച്ചു. ഇനി മൊഡ്യൂൾ 1ന്റെ ടൈറ്റിൽ ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തു. അതാണ് ലെക്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടും അത് തന്നെയാണ് കൊടുക്കേണ്ടത്.
പ്രാക്ടിക്കലിന് കറസ്പോണ്ടിങ് ആയിട്ടും അത് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് രണ്ടും അവിടെ കൊടുത്തു. മേജർ ടോപ്പിക്സ് ഇവിടുന്ന് എടുത്തു. നമുക്കിവിടെ എല്ലും പിയും മാത്രം എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനേ നമ്മുടെ ഇതിനകത്തുള്ളൂ. അപ്പോൾ എല്ലും ടിയും കൂടെ കൂട്ടിച്ചേർത്ത് 9 + 2 11 ഇവിടെ കൊടുത്തു. പ്രാക്ടിക്കൽ അവർ 0. ഇവിടെ ഇത് പ്രാക്ടിക്കൽ സെക്ഷൻ ആണ്, അത് ഇവിടെ കൊടുത്തു. ഇത് പ്രാക്ടിക്കൽ ആയതുകൊണ്ട്. അപ്പോൾ അത് കറസ്പോണ്ടിങ് ടു ലെക്ചർ 0 ആണ്. നമ്പർ ഓഫ് പ്രാക്ടിക്കൽ അവേഴ്സ് 9 ആണ്. ഇപ്പോൾ ഒരു മൊഡ്യൂളിന്റെ മേജർ ടോപ്പിക്സ് ഞാൻ എൻ്റർ ചെയ്തു. ഇതുപോലെ ബാക്കി മൊഡ്യൂൾസിൻ്റെയും നമുക്ക് എൻ്റർ ചെയ്യാം. എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മേജർ ടോപ്പിക്സ് ഇവിടെ എൻ്റർ ആയിട്ടുണ്ട്. മൊഡ്യൂൾ 1ന്റെ ഇവിടെ എൻ്റർ ആയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഡീറ്റെയിൽ സിലബസിലേക്ക് വരുന്നു. ഡീറ്റെയിൽ സിലബസ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. അതായത് ഇടയ്ക്ക് വെച്ച് നമ്മൾ റോ ആഡ് ചെയ്യാൻ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത ഡേറ്റ പോവാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ മൊഡ്യൂൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര റോ ഉണ്ടെന്ന് ഇവിടെ നോക്കാം. അപ്പോൾ 1 2 3 4 5 6 1 2 3 4 5 6 7 8 9 റോസ് ആണ് CO1ലേക്ക് മാപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ സിലബസിനോട് എഡിറ്റ് ചെയ്തു. ഏറ്റവും ആദ്യം മൊഡ്യൂൾ സെലക്ട് ചെയ്യണം. അതായത് ഇത് മൊഡ്യൂൾ 1ന്റെ ടോപ്പിക് ആണോ മൊഡ്യൂൾ 2ന്റെ ടോപ്പിക് ആണോ എന്നുള്ളത്. ഇവിടെ എനിക്കുള്ളത് 9 COs ആണ്, 9 എൻട്രീസ് ആണ് എനിക്കിവിടെ ചെയ്യാനുള്ളത്. 9 റോസ് ആണ് ചെയ്യാനുള്ളത്. അപ്പൊ ആദ്യം തന്നെ സബ് ടോപ്പിക്കിന്റെ അവിടെ ആഡ് റോയിൽ പോയി സബ് ടോപ്പിക് 9 ടൈംസ് ക്ലിക്ക് ചെയ്യുക. 5 6 7 8 9. അപ്പൊ മൊഡ്യൂൾ 1 എൻ്റർ ചെയ്യാനുള്ള കംപ്ലീറ്റ് റോസ് എനിക്ക് അവൈലബിൾ ആയി. ഓക്കെ, ഒറ്റയടിക്ക് ഇത്രയും റോസ് ക്രിയേറ്റ് ചെയ്യാൻ പോയാൽ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഓരോരോ മൊഡ്യൂളിനായിട്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് സബ് ടോപ്പിക് ഇവിടുന്ന് കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. SLO ഇവിടുന്ന് കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. മോഡ് ഓഫ് ഡെലിവറി അവിടെ എഴുതിയിട്ടുണ്ട്, L ആണ്. CO1 ആണ്. ടാക്സോണമി ലെവൽ അണ്ടർസ്റ്റാൻഡ് ആണ്, അപ്പോൾ അണ്ടർസ്റ്റാൻഡ് സെലക്ട് ചെയ്തു. ഇൻസ്ട്രക്ഷൻ ലെവേഴ്സ് 1.5. ഒരു റോ ഞാൻ എൻ്റർ ചെയ്തു. രണ്ടാമത്തെ റോ C ടോക്കൺസ് ആണ്, അതും കൂടി ഞാൻ ചെയ്ത് നോക്കാം. അതവിടെ കോപ്പി പേസ്റ്റ് ചെയ്തു. SLO കോപ്പി പേസ്റ്റ് ചെയ്തു. മോഡ് ഓഫ് ഡെലിവറി L ആണ്. മാപ്ഡ് CO1 ആണ്. ടാക്സോണമി ലെവൽ അണ്ടർസ്റ്റാൻഡ് ആണ്. അതിന് കൊടുത്തിരിക്കുന്ന നമ്പർ ഓഫ് അവേഴ്സ് 4 ആണ്, 4. ഇതുപോലെ CO1 മുഴുവൻ എൻ്റർ ചെയ്യുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസിനകത്ത് മൊഡ്യൂൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻട്രീസ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും റോസ് ഞാനിപ്പോൾ ഫില്ല് ചെയ്യുന്നില്ല. ഇനി മൊഡ്യൂൾ 2 ആണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. മൊഡ്യൂൾ 2ൽ എത്ര CO ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 എൻട്രീസ് ആണ് അവിടെ ചെയ്യാനുള്ളത്. അപ്പൊ നിങ്ങൾ വീണ്ടും എഡിറ്റിൽ പോയിട്ട് ആദ്യം ആഡ് റോയിൽ മൊഡ്യൂൾ കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? മൊഡ്യൂൾ 2 എനിക്ക് ഇവിടെ സെലക്ട് ചെയ്യാമല്ലോ. എന്നിട്ട് 11 റോ സബ് ടോപ്പിക്സ് എൻ്റർ ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ മൊഡ്യൂൾ 2 എൻ്റർ ചെയ്യാനുള്ള റോസ് എനിക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ആദ്യം തന്നെ മൊഡ്യൂളിന്റെ ഇവിടെ മൊഡ്യൂൾ 2 സെലക്ട് ചെയ്യണം. മൊഡ്യൂൾ 2ന്റെ ആദ്യത്തെ എൻട്രി കൺട്രോൾ സ്ട്രക്ചേഴ്സ് ആണ്. കൺട്രോൾ സ്ട്രക്ചേഴ്സ് അവിടുന്ന് ഇവിടെ പേസ്റ്റ് ചെയ്തു. അതിന്റെ SLO പേസ്റ്റ് ചെയ്തു. മോഡ് ഓഫ് ഡെലിവറി L ആണ്. CO2 ആണ്. ടാക്സോൺ ലെവൽ അണ്ടർസ്റ്റാൻഡ് ആണ്. ഇൻസ്ട്രക്ഷൻ ലെവേഴ്സ് 3 ആണ്. ഇത് കണ്ടു. അപ്പോൾ മൊഡ്യൂൾ 2ന്റെ ആദ്യത്തെ എൻട്രി ഞാൻ ഇവിടെ ചെയ്തു. ഇനി ഞാൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. എല്ലാം മുഴുവൻ എൻ്റർ ചെയ്യണം. ഞാനിപ്പോൾ ഡെമോ ആയതുകൊണ്ട് മുഴുവൻ എൻ്റർ ചെയ്യുന്നില്ല. അപ്പോൾ മൊഡ്യൂൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 എൻട്രി ഇവിടെ വന്നു. മൊഡ്യൂൾ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 2 എൻട്രി വന്നു. അപ്പോൾ മൊഡ്യൂൾ 2 മുഴുവൻ എൻ്റർ ചെയ്യുക. വീണ്ടും എഡിറ്റിൽ പോവുക. മൊഡ്യൂൾ ആഡ് ചെയ്യുക. സബ് ടോപ്പിക്സ് ആഡ് ചെയ്യുക. അത് എൻ്റർ ചെയ്യുക. മൊഡ്യൂൾ 3. പിന്നെ വീണ്ടും മൊഡ്യൂൾ 4 കൊടുക്കുക. മൊഡ്യൂൾ 4 സബ് ടോപ്പിക്സ് കൊടുക്കുക. അത് എൻ്റർ ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നമുക്കത് അവൈലബിൾ ആവും. അപ്പോൾ അങ്ങനെ നമ്മളിത് മുഴുവൻ എൻ്റർ ചെയ്തു എന്ന് വിചാരിക്കുക. ഇനി അടുത്ത ടോപ്പിക്ക് സ്റ്റുഡൻറ് ലേണിംഗ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ സെൽഫ് ലേണിംഗ് ആക്ടിവിറ്റീസിനകത്ത് നമുക്ക് മൊഡ്യൂൾ 1നകത്ത് ഈ കറസ്പോണ്ടിങ് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1 2 3 4 5 5 ഫസ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് 5 വീക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലേണിംഗ് അവേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ എഡിറ്റിൽ പോകണം. ഏറ്റവും ആദ്യം നമ്മൾ ഡീറ്റെയിൽ സിലബസ് ചെയ്ത പോലെ തന്നെ മൊഡ്യൂൾ ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് 5 വീക്കാണുള്ളത്. അപ്പോൾ വീക്ക്ലി സെൽഫ് ലേണിംഗ് എന്നുള്ളത് 5 പ്രാവശ്യം ആഡ് ചെയ്യണം. 1 2 3 4 5 5 പ്രാവശ്യം ആഡ് ചെയ്യണം.
എന്നിട്ട് ഫസ്റ്റ് വീക്ക് എടുക്കുന്നു. ഫസ്റ്റ് വീക്ക്, ആ ഫസ്റ്റ് വീക്കിൽ തന്നെ 4 ആക്ടിവിറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് ആക്ടിവിറ്റി കോപ്പി ചെയ്തു, ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇവിടെ നമ്മൾ എൻ്റർ അടിക്കുന്നത് കൊണ്ട് നെക്സ്റ്റ് ലൈനിലേക്ക് പോവില്ല. നെക്സ്റ്റ് ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രാക്കറ്റിനകത്ത് BR എന്ന് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ നെക്സ്റ്റ് ലൈനിലേക്ക് പോവുള്ളൂ. എന്നിട്ട് എൻ്റർ ചെയ്യുക. അടുത്തത് എടുക്കുന്നു, പേസ്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ലൈനിലേക്ക് പോകേണ്ടത് കൊണ്ട് BR എന്ന് കൊടുക്കുന്നു. മൂന്നാമത്തെ എടുക്കുന്നു, മൂന്നാമത്തെ കൊടുത്തിട്ട് വീണ്ടും ന്യൂ ലൈനിന് വേണ്ടി BR കൊടുക്കുന്നു. ലാസ്റ്റത്തെ കൊടുക്കും. നമ്പർ ഓഫ് അവേഴ്സ് കൊടുത്തിരിക്കുന്നത് 7 ആണ്. അപ്പോൾ സെൽഫ് ലേണിംഗ് ആക്ടിവിറ്റിയിൽ മൊഡ്യൂൾ 1 ആദ്യത്തെ ആഴ്ചയിലെ എൻട്രി ഞാനിവിടെ ചെയ്തു. ഇനി അതുപോലെ ബാക്കി എൻട്രീസ് ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും വന്ന് എഡിറ്റിൽ കൊടുത്ത് ആഡ് റോയിൽ പോയിട്ട് മൊഡ്യൂൾ 2 എടുക്കുക. മൊഡ്യൂൾ 2 എത്ര വീക്ക് ഉണ്ട് നോക്കുക. ഇവിടെ 6, 7, 8, 9 4 അപ്പൊ 4 സബ് ടോപ്പിക്സ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഞാൻ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സെൽഫ് ലേണിംഗ് ആക്ടിവിറ്റി ആദ്യത്തെ ആഴ്ചയിലെ 4 ആക്ടിവിറ്റി ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഇനി ബാക്കിയുള്ള 15 നമ്മൾ ഇതുപോലെ തന്നെ കൊടുക്കണം. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ലേണിംഗ് റിസോഴ്സ് ആണ്. അതായത് ടെക്സ്റ്റ് ബുക്ക്, റെഫറൻസ്, വെബ് എല്ലാം ഒരുപോലെ തന്നെ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ബുക്ക് മാത്രം കാണിക്കാം. ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മൾ എഡിറ്റ് കൊടുത്തു. നമുക്ക് 2 ടെക്സ്റ്റ് ബുക്ക് ആണ്. അപ്പോൾ ആഡ് ലൈൻ 2 പ്രാവശ്യം ക്ലിക്ക് ചെയ്തു. സീരിയൽ നമ്പർ 1, സീരിയൽ നമ്പർ 2. ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് കോപ്പി പേസ്റ്റ് ചെയ്തു. ഓതറിന്റെ പേരും കോപ്പി പേസ്റ്റ് ചെയ്തു. പബ്ലിക്കേഷനും കോപ്പി പേസ്റ്റ് ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ അതുപോലെ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ ഒന്നേ ചെയ്യുന്നുള്ളൂ. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു. അപ്പം ടെക്സ്റ്റ് ബുക്കിന്റെ അവിടെ നമുക്കെല്ലാം അവൈലബിൾ ആയി. ഇതേപോലെ തന്നെ റെഫറൻസും എഡിറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ ആഡ് ചെയ്യാം. വെബ് റിസോഴ്സും ഇതുപോലെ തന്നെ നമുക്ക് ആഡ് ചെയ്യാം. നെക്സ്റ്റ് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, റെപ്പിറ്റീഷൻ ആയിപ്പോ. പിന്നെ വരുന്നത് മേജർ എക്യുപ്മെന്റ്സ്, സോഫ്റ്റ്വെയർസ് എന്തൊക്കെയാണ് വേണ്ടത്, ഹാർഡ്വെയർ എന്തൊക്കെയാണ് വേണ്ടതെന്നാണ്. ഈ ഒരു പർട്ടിക്കുലർ ഇതിനകത്ത് സോഫ്റ്റ്വെയർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എക്യുപ്മെന്റ്സ്, ഇൻസ്ട്രുമെന്റ്സ്, കോമ്പണൻസ് എന്നുള്ള എഡിറ്റ് ചെയ്തിട്ട് ആഡ് ലൈൻ കൊടുത്ത് പെർട്ടിക്കുലേഴ്സിന്റെ അവിടെ നമ്മൾ നില്ലെന്ന് കൊടുക്കും. ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നില്ലെന്ന് കൊടുക്കണം. അപ്പൊ ഹാർഡ്വെയർ ഒന്നും ഇല്ലെങ്കിൽ ഹാർഡ്വെയറിന്റെ അവിടെ നില്ല് കൊടുക്കുക. സോഫ്റ്റ്വെയർ ഒന്നും ഇല്ലെങ്കിൽ സോഫ്റ്റ്വെയറിന്റെ അവിടെ നില്ല് കൊടുക്കുക. ഇവിടെ സോഫ്റ്റ്വെയർ ആണ് വേണ്ടത്. പക്ഷേ ഇവിടെ കമ്പ്യൂട്ടർ സിസ്റ്റംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കമ്പ്യൂട്ടർ സിസ്റ്റംസ് എന്നുള്ളത് ഹാർഡ്വെയറിൽ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ആണ് നില്ല് കൊടുക്കേണ്ടത്. അപ്പോൾ 1 കൊടുത്തു. സ്പെക്ക് ഇവിടെ കൊടുത്തു. ക്വാണ്ടിറ്റി കാണിച്ചിരിക്കുന്നത് 30 ആണ്. 30 കൊടുത്തു. അപ്പം എൻ്റെ ഹാർഡ്വെയർ റിക്വയർമെന്റ്സ് ഞാൻ കൊടുത്തു. അതേപോലെ തന്നെ സോഫ്റ്റ്വെയർ റിക്വയർമെന്റ്സിൽ OS ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആഡ് ലൈൻ കൊടുത്തു. സീരിയൽ നമ്പർ 1, പർട്ടിക്കുലേഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലിനക്സ് 30 ലൈസൻസ്. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ അതും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി അസസ്മെന്റ് മെത്തഡോളജി എൻ്റർ ചെയ്യുമ്പോഴാണ് കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. അവിടെ നമ്മൾ എഡിറ്റ് കൊടുത്തു. അപ്പോൾ അസസ്മെന്റ് മെത്തഡോളജിയുടെ നമ്മുടെ അടുത്തുള്ള ടേബിൾ ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് ഇതിനകത്തുള്ളത് 5 റോ ആണ് നമുക്കുള്ളത്. ഡ്യൂറേഷൻ എന്ന് പറയുന്ന ആദ്യത്തെ റോ, എക്സാം മാർക്ക് എന്ന് പറയുന്ന രണ്ടാമത്തെ റോ, കൺവേർട്ടഡ് ടു എന്ന് പറയുന്ന മൂന്നാമത്തെ റോ, മാർക്സ് എന്ന് പറയുന്ന 4ാമത്തെ റോ, ടോട്ടൽ എന്ന് പറയുന്ന 5ാമത്തെ റോ. 5 റോ ആണ് നമുക്കിവിടെ എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ ആഡ് റോ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 3 ടൈപ്പ് റോസ് ഇവിടെ കാണാം. അപ്പൊ ഇവിടുത്തെ നമ്മുടെ വേർഡ് ടെംപ്ലേറ്റിനകത്തുള്ള ആദ്യത്തെ 3 റോയ്ക്കും നോർമൽ റോ ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നോർമൽ റോ 1, നോർമൽ റോ 2ാമത്തെ പ്രാവശ്യം സെലക്ട് ചെയ്തു, നോർമൽ റോ 3ാമത്തെ പ്രാവശ്യം സെലക്ട് ചെയ്തു. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഡ്യൂറേഷൻ കൊടുക്കും, എക്സാം മാർക്ക് കൊടുക്കും, കൺവേർട്ടഡ് ടു എന്നുള്ളത് കൊടുക്കും. 4ാമത്തെ റോ മാർക്സ് ആണ്. അതിന് ഇവിടെ ആഡ് റോയിൽ പോയിട്ട് മാർക്ക് റോ തന്നെ സെലക്ട് ചെയ്യണം. ഇവിടെ 5ാമത്തെ റോ എന്ന് പറയുന്നത് ടോട്ടൽ ആണ്. ആ റോ കിട്ടാൻ ആഡ് റോയിൽ പോയിട്ട് ടോട്ടൽ തന്നെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ആണ്. അപ്പൊ ഡ്യൂറേഷൻ എൻ്റർ ചെയ്തു. 2ാമത്തേനകത്ത് എക്സാം മാർക്കാണ്, 3ാമത്തേൽ കൺവേർട്ടഡ് ടു ആണ്, 4ാമത്തേൽ മാർക്സ് ആണ്, 5ാമത്തേൽ ടോട്ടൽ ആണ്. ഇതിപ്പോൾ ഞാൻ എൻ്റർ ചെയ്ത് വെച്ചുകൊണ്ടാണ് എനിക്കത് കിട്ടിയത്. ഇനി അടുത്ത കോളത്തിലേക്ക് വരുന്നു. മാർക്സിന് നേരെ അറ്റൻഡൻസിൽ 5 കൊടുത്തു. 3ാമത്തേൽ സെൽഫ് ലേണിംഗ് ആക്ടിവിറ്റി ആണ്. ഇവിടെ 10 കൊടുത്തു. ആവറേജ് ആയിട്ടുള്ള കൺവേർട്ടഡ് ടു വാല്യൂ എന്ന് പറയുന്നതും 10 കൊടുത്തു.
പിന്നെ കണ്ടിന്യൂസ് എവാലുവേഷൻ എന്ന് പറയുന്നത് ലാബിന്റെ കണ്ടിന്യൂസ് എവാലുവേഷൻ ആണ്. അത് ടെംപ്ലേറ്റ് പ്രകാരം 50 ആണ്. അതിനെ കൺവേർട്ടഡ് ടു 10 ആണ്. ഫൈനൽ മാർക്കും 10 ആണ്. ഞാൻ ഈ ടേബിൾ തന്നെയാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്, വേറെ ഒന്നും എക്സ്ട്രാ ആയിട്ടൊന്നും എൻ്റർ ചെയ്യുന്നില്ല. പിന്നെ പ്രാക്ടിക്കൽ ടെസ്റ്റ് നമുക്കറിയാം 3 മണിക്കൂറാണ്. അപ്പോൾ 3 ഹവറിന്റെ പ്രാക്ടിക്കൽ ടെസ്റ്റ് 2 എൻ്റർ ചെയ്തു. ടെസ്റ്റ് നടത്തുന്ന 40 മാർക്കിനാണ്. അപ്പോൾ 14 എൻ്റർ ചെയ്തു. അതിനെ നമ്മൾ പ്രാക്ടിക്കൽ ആകുമ്പോഴത്തേക്കും അതിനെ 10ലേക്ക് മാറ്റുന്നു. ഈ പ്രാക്ടിക്കലിന്റെ ആവറേജ് മാർക്ക് 10 ആണ്. ആ 10 നമ്മളിവിടെ കൊടുത്തു. ഈ സീരീസ് എക്സാം എന്ന് പറയുന്നത് തിയറിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. തിയറിയുടെ ലാബ് എക്സാം 2 മണിക്കൂറാണ് ഇന്റേണൽ, അപ്പൊ 2 ഹവേഴ്സ് കൊടുത്തു. സീരീസ് എക്സാം 50 മാർക്കിനാണ് നടത്തുന്നത്, അപ്പൊ 50 മാർക്ക് കൊടുത്തു. അതിനെ 10 മാർക്കിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, അപ്പൊ 10 കൊടുത്തു. അപ്പൊ അതിന്റെ ആവറേജ് ആയിരിക്കും മാർക്കും മാക്സിമം 10 ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി എൻ സെമസ്റ്റർ എക്സാമിനേഷൻ പ്രാക്ടിക്കം ആയതുകൊണ്ട് തിയറിയും ഉണ്ടാവും, ലാബും ഉണ്ടാവും. തിയറി ബോർഡ് എക്സാമും ലാബ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലുമാണ്. അപ്പോൾ തിയറി എക്സാമിന്റെ ഡ്യൂറേഷൻ 2.5 ആണ്. മാക്സിമം മാർക്ക് 60 ആണ്. 60 കൊടുത്തു. ലാബ് എക്സാമിനേഷൻ 3 ഹവേഴ്സ് ആണ്. മാക്സിമം മാർക്സ് 40 ആണ്. അത് 40 തന്നെ. അപ്പൊ എന്റെ സെമസ്റ്റർ എക്സാമിനേഷൻ പ്രാക്ടിക്കത്തിന് ടോട്ടൽ മാർക്ക് 100 ആണ്. അപ്പൊ ഇത് 100 കൊടുത്തു. അതേപോലെ ഇവിടെ വന്നു കഴിയുമ്പം ഇന്റേണലിന്റെ ടോട്ടൽ മാർക്ക് മാക്സിമം 40 ആണ്. അപ്പൊ 40യും കൊടുത്തു. എന്നിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ടേബിൾ കിട്ടും. ആ ടേബിൾ നമ്മുടെ ഇപ്പൊ നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ടെംപ്ലേറ്റിൽ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെയാണ് കിട്ടുക. പിന്നെ സ്കീം ഓഫ് ഇവാലുവേഷൻ, പ്രാക്ടിക്കലിന്റെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഓൾറെഡി നിങ്ങളുടെ ഇതിനകത്ത് ഉണ്ടാവും. നിങ്ങളൊന്നും എൻ്റർ ചെയ്യേണ്ട. പ്രാക്ടിക്കൽ ടെസ്റ്റിനാണെങ്കിലും ഇവിടെ അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ടെംപ്ലേറ്റ് അവൈലബിൾ ആണ്. അത് നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ടോട്ടൽ ടെംപ്ലേറ്റ് മാറ്റിത്തരാം. അപ്പൊ ഇത്രയും കാര്യം എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ടോട്ടലി ഇങ്ങനെ നമ്മുടെ ഇതിനകത്ത് എൻ്റർ ആയിട്ടുണ്ടാവും. അപ്പൊ ഈ എൻ്റർ ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളത് കാണാൻ വേണ്ടി നിങ്ങൾ മുകളിൽ പോയി കഴിഞ്ഞാൽ പ്രിന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ സൈറ്റിൽ നമ്മൾ ഈ കറസ്പോണ്ടിങ് സിലബസ് അവൈലബിൾ ആവുന്നത്. നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത സംഭവം പുറത്തേക്ക് എവിടേക്കും നമുക്ക് വരില്ല. അപ്പൊ ഇതിനകത്ത് ഇപ്പോൾ കോഴ്സ് ഡിസ്ക്രിപ്ഷൻ കണ്ടു. നമ്മളൊന്നും എൻ്റർ ചെയ്തില്ലെങ്കിൽ തന്നെ നമ്മൾ സ്കീമിനകത്ത് കൊടുത്തിരിക്കുന്ന കോഴ്സ് ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ ഇവിടേക്ക് വരും. ഇൻട്രൊഡക്ഷൻ, കോഴ്സ് ഒബ്ജക്റ്റീവ്, നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാം ഈ ഒരു സ്ട്രക്ചേർഡ് മോഡിൽ നമുക്ക് ഇവിടേക്ക് അവൈലബിൾ ആവും. അപ്പം ഞാൻ പ്രാക്ടിക്കം എടുത്ത് കാണിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തിയറിയുടെ പോർഷൻസും അവൈലബിൾ ആണ്, പ്രാക്ടിക്കൽ ലാബിന്റെ കാര്യങ്ങളും അവൈലബിൾ ആയതുകൊണ്ടാണ് ഞാൻ പ്രാക്ടിക്കം ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തത്. അപ്പൊ ഇതുപോലെ തന്നെ തിയറി ആവുമ്പോൾ നമ്മുടെ തിയറിയുടെ വേർഡ് ടെംപ്ലേറ്റിന് അനുസരിച്ചുള്ള ടെംപ്ലേറ്റ് ആയിരിക്കും നമ്മുടെ സൈറ്റിൽ ഉണ്ടാവുക. നിങ്ങൾ ലാബ് എടുത്താലും ലാബിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ആയിരിക്കും സൈറ്റിൽ ഉണ്ടാവുക. അപ്പൊ എങ്ങനെയാണോ നമ്മൾ തന്നിരിക്കുന്ന വേർഡ് ടെംപ്ലേറ്റ് ഉള്ളത് നമ്മുടെ കോഴ്സ് കാറ്റഗറിക്ക് അനുസരിച്ച് ആ കാറ്റഗറി അതിനനുസൃതമായിട്ടുള്ള ടെംപ്ലേറ്റ് നമുക്ക് സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഞാൻ ഈ കാണിച്ച മാതൃകയിൽ ഇതിനകത്ത് നമുക്ക് ഡേറ്റാസ് എൻ്റർ ചെയ്യാനും സാധിക്കും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വേർഡ് ഡോക്യുമെന്റിലുള്ള സിലബസിനെ നമ്മുടെ സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇത് കേട്ടുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.